കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 22 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും ബെത്സയിദായിലെത്തി. കുറേ പേർ ഒരന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെപ്പോലെയായിരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അന്ധതയെക്കുറിച്ചാണ്. നമുക്ക് വേണമെങ്കിൽ മെഡിക്കൽ ടേംസിൽ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. 3 ലെവലിലുള്ള കാഴ്ചയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്ന്, കാഴ്ചയില്ലാത്ത അവസ്ഥ, അന്ധത, ടോട്ടൽ ബ്ലൈൻഡ്നെസ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒന്നും കാണാൻ മേലാത്ത, അവർ കണ്ണുകളുടെ കാഴ്ച ജന്മനാ ഇല്ലാത്തവരോ അതിനുശേഷം നഷ്ടപ്പെട്ടവരോ ആയിട്ടുള്ള വ്യക്തികൾ, അവരുടെയൊക്കെ സ്ട്രഗിള് നമ്മൾ കണ്ടിട്ടുണ്ട്. തപ്പിത്തടഞ്ഞ് നടക്കുന്നത്, വേണമെങ്കിൽ അവർ അവ്യക്തതയിൽ എന്താ മുമ്പിലുള്ളതെന്ന് പോലും അവർക്കറിയത്തില്ല. അങ്ങനെ അന്ധത ബാധിച്ച വ്യക്തികൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ലെന്ന് നമ്മൾ പറയാറുള്ളതാണ്. അങ്ങനത്തെ ചൊല്ലൊക്കെ ഉള്ളതാണ്. പറയുന്നത് നമുക്ക് ഈ കാഴ്ച ഉണ്ടെങ്കിൽ ദൈവത്തിന് നിരന്തരം നമ്മൾ അതേ ഓർത്ത് നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. രണ്ടാമതൊരു കാര്യം, മെഡിക്കലി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ബ്ലഡ് വിഷൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ല. എന്തൊക്കെയോ കാണാം എന്ന് പറയാൻ പറ്റും. ബ്ലഡ് വിഷൻ, ഡബിൾ വിഷൻ, ഇതുമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. മൂന്നാമതൊന്നുകൂടെ ഉണ്ട്, അതാണ് 20/20 വിഷൻ, നല്ല കാഴ്ച. മെഡിക്കലി നമുക്ക് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടത് ഒരു അന്ധനെ കർത്താവ് കാഴ്ച നൽകി അനുഗ്രഹിക്കുന്ന രംഗമാണ്. ഇച്ചിരി സബ്സ്റ്റാൻഡായിട്ടുള്ള രീതിയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവനെ ഗ്രാമത്തിന് പുറത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ കണ്ണിൽ തുപ്പി. ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കണ്ണിൽ തുപ്പി. ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് ചിലപ്പം സബ്സ്റ്റാൻഡേർഡായിട്ട് തോന്നിയേക്കാം. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും നമ്മുടെ നന്മയ്ക്കാണ്. അത് നല്ലത് കൊണ്ടുവരും എന്നുള്ള ആ ഒരു സന്ദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. എങ്ങനെയാണ് നമുക്ക് അന്ധരെന്ന് പറയാൻ പറ്റുക? വേണമെങ്കിൽ നമുക്ക് കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നവരായിരിക്കാം, അന്ധരായിരിക്കാം. അതാ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ജന്മന അന്ധനായ ഒരു മനുഷ്യന് കാഴ്ച കൊടുക്കുന്ന രംഗമാണ്. കർത്താവോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കണ്ണില്ലാത്തവർ കാണുന്നു എന്ന് പറഞ്ഞാൽ അന്ധന്മാർ കാണുന്നു, പക്ഷേ കാഴ്ചയുള്ളവർ ശരിക്കും കാണുന്നുമില്ല. ഇതെന്തൊരു വിരോധാഭാസം! അതാണ് അവിടെ നമ്മൾ കാണുക. നമുക്ക് ഈ 20/20 വിഷൻ ഉണ്ടെന്ന് വിചാരിച്ച് കർത്താവിൻ്റെ കണ്ണുകളിൽ നമ്മൾ കാഴ്ചയുള്ളവരാകണമെന്നില്ലെന്ന്. അതാണ് അതിൻ്റെ സൂചന. എപ്പോഴാണ് നമ്മൾ അന്ധന്മാരായി മാറുക? ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു നോഹയ്ക്ക് നല്ല കാഴ്ച ഉണ്ടായിരുന്നു. അവൻ്റെ കാഴ്ച കണ്ണിൻ്റെ കാഴ്ച എന്നതിനേക്കാൾ 20/20 വിഷൻ എന്നതിനേക്കാൾ ദൈവത്തെ കാണാൻ പറ്റിയവൻ. അതുപോലെ തന്നെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് അത് ജീവിച്ചവൻ. വെട്ടം ഉണ്ടാക്കാൻ പറഞ്ഞ് അവനുണ്ടാക്കി. ആളുകൾ അവനെ പരിഹസിച്ചു. അതിനെന്ത് പറയട്ടെ? എനിക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ട്, ദൈവഹിതം അറിയാൻ പറ്റുന്നുണ്ട്, എനിക്കത് നിറവേറ്റണം. എനിക്ക് അങ്ങനെ
പരിഹാസങ്ങളുടെ നടുവിലും അവൻ പെട്ടകൊണ്ടാക്കി അതിനകത്ത് കയറി. കർത്താവ് പറഞ്ഞതെല്ലാം അവൻ അനുസരിച്ചു. അതവൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നു എന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അന്ധതയുണ്ടാകാം. അതെപ്പോഴാണ്? വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. നീ വിചാരിക്കുന്നു നിനക്ക് കാഴ്ചയുണ്ടെന്ന്, പക്ഷെ നീ അന്ധനാണ്. നീ വിചാരിക്കുന്നു നീ ധനികനാണെന്ന്, പക്ഷെ നീ ദരിദ്രനാണ്. നിൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ നീ എൻ്റെ പക്കലേക്ക് വരിക. കണ്ണിലെഴുതാനുള്ള അഞ്ചനം ഞാൻ നിനക്ക് തരാം. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം ഞാൻ നിനക്ക് തരാം. എന്താണ് ഈ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം? അതേ, ദൃഢമായ വിശ്വാസം, കറതീർന്ന സ്നേഹം, പ്രലോഭനങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന വിശ്വാസം, അത് നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ നമ്മൾ സമ്പന്നരാണ്. കുറേ ലൗകിക സമ്പത്തുണ്ടായാൽ മാത്രം പോരാ, ഈ സമ്പത്ത് നമ്മൾ കരസ്ഥമാക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഈ അന്ധതയിൽ കഴിയുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ. യാക്കോബ് ശ്ലീഹ 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം എടുത്താൽ മതി. നീ നിൻ്റെ പണിക്കാർക്ക് പോലും കൊടുക്കേണ്ട കൂലി കൊടുക്കാതെ നീ അവരെ ചൂഷണം ചെയ്ത് നീ പണമുണ്ടാക്കുക. ഇനി അതിനുള്ള അതുമൂലം വരാവുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. കൊലയുടെ ദിവസത്തേക്ക് വേണ്ടി നീ നിന്നെ തന്നെ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുക. അത് കാണാതെ വരാവുന്ന ശിക്ഷ എന്താണെന്ന് തിരിച്ചറിയാതെ കണ്ട് ജീവിക്കുന്ന വ്യക്തികൾ, എങ്ങനെയെങ്കിലും എനിക്ക് കാര്യം നടന്നാൽ മതി. 47-ാം അധ്യായം യെശയ്യായുടെ പുസ്തകം 12-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നീ ചെറുപ്പം മുതൽ ചെയ്തു പോകുന്ന മാന്ത്രിക വിദ്യകൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, ഇതൊക്കെ തുടർന്നു. അവ നിന്നിൽ ഭീതി ജനിപ്പിച്ചേക്കാം. അവ നിൻ്റെ കാര്യം നടത്തി തന്നേക്കാം. താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ നിനക്കുണ്ടാകാം. 1-ാം കൽപ്പന ലംഘിച്ചും വേണേ സാത്താൻ പൂജയ്ക്ക് പോയുമൊക്കെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും. നിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പക്ഷേ നീ പരിഹാരം കണ്ടെത്തി വരും. പക്ഷെ അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് അവ വൈക്കോൽ തുരുമ്പ് പോലെയാണ്, നീ കത്തിച്ചാരമാവും. നമ്മുടെ വിശ്വാസം കളഞ്ഞിട്ടല്ല നമ്മൾ കാര്യം നടത്തിയെടുക്കേണ്ടത്. ആത്മാവിനെ നശിപ്പിച്ചിട്ടല്ല നമ്മുടെ ശരീരത്തെ കൊഴുപ്പിക്കേണ്ടത്. അതാണ് അതിൻ്റെ കാതലായ സന്ദേശം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഇവനോട് ആദ്യത്തെ ഈ തുപ്പ് കഴിഞ്ഞ് അവനോട് ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്, കാണാമല്ലോ. അവൻ പറഞ്ഞൊരു കാര്യം, മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ മരം പോലെ. നമുക്കറിയാമല്ലോ, മരത്തിന് വികാരമൊന്നുമില്ല. മരം, ചിലരുടെ മനസ്സ് മരവിച്ച് മരം പോലെ ഇരിക്കുന്നു എന്ന് നമ്മൾ കമൻറ്റ് പറയാറുണ്ട്. അവർക്കൊരു വികാരമില്ല. ആരെല്ലാം എങ്ങനെയെല്ലാം സഹിക്കണമെന്ന് കേട്ടാലും അവർക്ക് വികാരമൊന്നുമില്ല. നിർവികാരതയിൽ കഴിയുന്നത്, ഇങ്ങനത്തെ അവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ചിലർ പിന്നെ അവർക്കും വല്ല പ്രശ്നം വരുവാണ്, പൊട്ടിക്കരയും, വേണമെങ്കിൽ അവർ സങ്കടപ്പെടും, ഇതെല്ലാം ചെയ്യും. മറ്റുള്ളവർക്ക് എന്ത് വന്നെന്ന് പറഞ്ഞാലും അവർക്കൊരു കുലുക്കവും ഇല്ല. അതാണ് ഈ ഭാഗികമായ അല്ലെങ്കിൽ ബ്ലഡ് വിഷനോട് കൂടി ജീവിക്കുന്ന വ്യക്തികളെന്ന് പറയാൻ പറ്റുക. ഇതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ദൈവമക്കളാണ്. റോമാലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. നീ സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കാൻ പഠിക്കണം, വേദനിക്കുന്നവരോടൊത്ത് വേദനിക്കാൻ പഠിക്കണം. അതാണ് ക്രിസ്ത്യാനി ചെയ്യേണ്ട കാര്യം. ഇനി അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെൻസേഷനെല്ലാം പോയി മരവിച്ച ഒരു അവസ്ഥയിലെത്തി എന്ന് പറയേണ്ടതില്ല. നമുക്ക് ക്രിസ്തീയ ജീവിതം അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. പരിപാടി ബ്ലഡ് വിഷൻ അല്ല ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത്. നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റണം. മറ്റുള്ളവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി ആ അവസ്ഥയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. നമ്മളെ അസൂയ ബാധിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ നമ്മുടെ മനസ്സിടിയും. മറ്റുള്ളവർ വേദനിക്കുന്ന കാണുമ്പോൾ അറിയാതെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നിയെന്ന് വരും. അതേ, നമുക്ക് അസൂയ നമ്മെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. നമ്മൾ പറയാറുണ്ട്, മഞ്ഞപ്പിത്തം വന്നാൽ കാണുന്നതെല്ലാം മഞ്ഞച്ചേ ഇരിക്കുള്ളൂ. അത് ആ മഞ്ഞപ്പിത്തം മൂലമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ അസൂയ ബാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചന നമ്മെ അസൂയ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത്
ക്ലിയർ വിഷൻ. ഒരു 20/20 വിഷൻ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ലെന്നേ. നമുക്ക് ക്ലിയറായിട്ട് കാണാനൊന്നും പറ്റുന്നില്ലെങ്കിലും ആത്മീയ തലത്തിൽ നമുക്ക് കാഴ്ചയുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ കർത്താവ് പറയും ഇവർ നല്ല കാഴ്ചയുള്ളവരാണ്, പക്ഷേ അന്ധരാണ്. അതിനേക്കാൾ നമ്മൾ കേൾക്കേണ്ടത് ഇവർക്ക് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും നല്ല പ്രകാശമുള്ള ജീവിതമാണ് ഇവർ നയിക്കുന്നത്. പ്രകാശത്തിൽ ജീവിക്കുന്നവരെ പോലെയാണ് ഇവർ കാണുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ള ആ ഒരു കമൻ്റാണ് ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടത്. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മെ നയിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് ഇനിയെങ്കിലും മുന്നേറുവാൻ നമ്മെ സഹായിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.